മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹാഫ് ഇയറിലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കാഴ്ചയുടെ സംഗീതം എന്ന രണ്ടാമത്തെയും ഒരു കുടന്ന വെളിച്ചമായി എന്ന് പറയുന്ന മൂന്നാമത്തെയും യൂണിറ്റുകളിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ വർഷം അല്ലെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. കാഴ്ചയുടെ സംഗീതം എന്ന് പറയുന്ന യൂണിറ്റ് എന്താണ്? പ്രധാനമായിട്ടും അതിലെ പ്രവേശകം അല്ലെ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ എന്താണ് അതിൽ നിന്നുള്ള ആദ്യത്തെ പാഠഭാഗം ഏതാണ്? കൊടിയേറ്റം എന്ന പാഠഭാഗമാണ് അല്ലെ. എന്താണ് കൊടിയേറ്റം? കൊടിയേറ്റം എന്നതൊരു തിരക്കഥയാണ്. സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്ന സാഹിത്യ രൂപമാണ് തിരക്കഥ. അപ്പൊ ആ തിരക്കഥയിൽ അല്ലെ, ഏതാണ് തിരക്കഥ? കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി രചിച്ചിട്ടുള്ള തിരക്കഥയാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് എഴുതിയിരിക്കുന്നത്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമ. അടുത്ത എന്താണ്? വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന് പറയുന്ന ഒരു നോവൽ ഭാഗമാണ് കേട്ടോ. ഒരു നോവലിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാ എഴുതിയിരിക്കുന്നത്? PC കുട്ടിക്കൃഷ്ണൻ എന്ന പേരുള്ള ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന അല്ലെ മഹാനായ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരന്റെ ഒരു നോവൽ ഉണ്ട് അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന നോവൽ. ഈ നോവലുള്ള ഒരു കുഞ്ഞു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഒരു കുടന്ന വെളിച്ചമായി എന്ന് പറയുന്ന യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് പുരോഗാമി എന്ന് പറയുന്ന ഖലീൽ ജിബ്രാന്റെ അല്ലെ ഒരു പ്രവേശകമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് മക്കൾ വായിച്ചു നോക്കണം. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ നിന്നുള്ള ആദ്യത്തെ അല്ലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ആദ്യത്തെ പാഠഭാഗം ഏതാണ്? അജഗജാന്തരം എന്ന് പറയുന്ന കഥയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കഥയാണ്. എഴുതിയിരിക്കുന്ന ആരാണ്? SV വേണുഗോപൻ നായരാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സഫലമീ യാത്ര എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതാഭാഗമാണ്. ആരാ എഴുതിയിരിക്കുന്നത്? NN കക്കാട് അല്ലെ. മലയാള സാഹിത്യത്തിൽ, ആധുനിക മലയാള സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള അല്ലെ. സഫലമീ യാത്ര എന്ന് പറയുന്ന കവിത തന്നെ എന്താണ്? അത്രത്തോളം പ്രസക്തമാണ് അല്ലെ. കവിയുടെ ആത്മാംശമുള്ള അല്ലെ, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു കവിതാഭാഗമാണ്. ഇത് കൂടാതെ ബാക്കി പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ള മക്കൾക്ക് അറിയാം അല്ലെ. ഫസ്റ്റ് ടേമിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാഠഭാഗങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണോടാ? അടിപൊളിയായിട്ട് പഠിക്കണം. ആരും പേടിക്കണ്ട. നിങ്ങളുടെ കൂടെ സൈലമുണ്ട്, ടീച്ചറുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് എല്ലാ ചോദ്യങ്ങളും എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ച് ഉഷാറാക്കാം.